മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഒരു എത്തിക്സ് ഇല്ലാതെ അവിടെ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒനീൽ. കഴിഞ്ഞ ആഴ്ച വരെ ഒനീലും അഭിലാഷും ഇതുപോലെ തന്നെയായിരുന്നു. എന്തായാലും അഭിലാഷ് ഇപ്പോൾ എവിക്റ്റ് ആയിപ്പോയി. അഭിലാഷിന്റെ എവിക്ഷൻ കഴിഞ്ഞപ്പോഴെങ്കിലും ഒനീൽ ചിലപ്പോൾ ചേഞ്ച് ആവും, ഗെയിമൊക്കെ മാറ്റുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ സമയത്ത് ഏത് നിലപാടിലാണോ ആ നിലപാടിൽ കൂടെ തന്നെയാണ് ഒനീൽ ഇപ്പോഴും പോകുന്നത്. അതായത് മെയിനായിട്ട് അക്ബറിനെയും ജിസേലിനെയും ടാർഗറ്റ് ചെയ്യുക, അവർക്കെതിരെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അവർക്കെതിരെ പോരാടുക. അതാണ് ഒനീൽ സത്യം പറഞ്ഞാൽ അവിടെ ചെയ്യുന്നത്. ഇപ്പോഴെന്തായാലും ഒനീൽ അനുമോളോടും ആദിലയോടും പറയുന്നത് ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ വരും, ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അനുമോളെയും ആദിലയുമാണ്, എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരണ്ടേ. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇന്നാണോ ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നത്, ഇന്നൊന്നുമല്ല നാളെയാണ് എന്ന്. പക്ഷെ ഒനീൽ പറയുന്നുണ്ട് ഇല്ല ഇന്നാണ്. സത്യം പറഞ്ഞാൽ ആരും ഈ ക്യാപ്റ്റൻസി നോമിനേഷനെ കുറിച്ച് ഓർത്തിട്ട് പോലുമില്ല. ഒനീൽ ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അതായത് അനുമോളുടെയും ആദിലയുടെയും പേരാണ് പറയാൻ പോകുന്നതെന്ന്. ഇനി ഇവരിത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും, ഇവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കും, എന്നിട്ട് ഒന്നെങ്കിൽ ആദിലയുടെ പേര് കൊണ്ടുവരും അല്ലെങ്കിൽ അനുമോളുടെ പേര് കൊണ്ടുവരും. അതിനു വേണ്ടിയാണ് ഒനീൽ ശ്രമിക്കുന്നത്. ഒനീലിന് ജിസേലും അക്ബറും ക്യാപ്റ്റന്മാരാകാൻ പാടില്ല. ഇതേ സെയിം പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഒനീൽ തിങ്കളാഴ്ചയും നടത്തിയത്. അതായത് ഇന്ന് നോമിനേഷൻ വരും, ഞാൻ എന്തായാലും ജിസേലിനെയും ലക്ഷ്മിനെയും പറയുകയുള്ളൂ. അന്നും ഇതുപോലെ അനുമോൾ, ആദില, നൂറ, ബിന്നിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മനസ്സിലേക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒനീലിന് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആദില, നൂറ, അനുമോളെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. എന്തായാലും തിങ്കളാഴ്ച ഒനീൽ പ്ലാൻ ചെയ്തതും ഇവരുടെ മനസ്സിലേക്ക് ഇൻജെക്റ്റ് ചെയ്തതും കറക്റ്റായിട്ട് വർക്കൗട്ടായി. ജിസേൽ നോമിനേഷനിൽ വരികയും ചെയ്തു. അതുപോലെ ഒനീലിൻ്റെ ഈ കാഞ്ഞ ബുദ്ധിയും വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കുറച്ചു നേരം കൂടി കാത്തിരിക്കണം. കാരണം ലൈവിൽ ഇതുവരെ ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നിട്ടില്ല. നടന്നാൽ ഉടൻ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.